ഹായ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നഴ്സിംഗ് ബിരുദധാരികൾക്ക് ഗ്ലോബലി ഉള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയും അതിൻ്റെ യാഥാർത്ഥ്യത്തെ പറ്റിയൊക്കെയാണ്. ഞാനൊരു നേഴ്സ് ആയതുകൊണ്ടും ഞാൻ ഈ ഒരു ഫീൽഡായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നത് കൊണ്ടും എൻ്റെ ഫ്രണ്ട്സ് തന്നെ എപ്പോഴും എന്നോട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ കോമൺ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ പണ്ടത്തെ പോലെയാണോ, നേഴ്സുമാർക്ക് അത്രയധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ, പുറത്തോട്ട് നേഴ്സുമാർ പോകുന്നതിൻ്റെ നമ്പറിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു ഇത് ഒരുപാട് നേഴ്സുമാർക്ക് കൺസേൺ ഉള്ള ഒരു കാര്യം കൂടിയാണ്. സോ അതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്നൊക്കെ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ലോകമെമ്പാടുമുള്ള ആരോഗ്യ മേഖല വലിയ മാറ്റങ്ങളിലൂടെയാണ് ഈ കാലഘട്ടത്തിൽ കടന്നു പോകുന്നത്. നമ്മുടെ കോവിഡിന് ശേഷം നഴ്സുമാരുടെ പ്രാധാന്യം ലോകരാജ്യങ്ങളെല്ലാം തന്നെ കൂടുതൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഈ അന്താരാഷ്ട്ര റിക്രൂട്ട്മെൻറ്റ് രംഗത്തും വിദ്യാർത്ഥി വിസയുടെ അവസരങ്ങളിലും ഒക്കെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. BSc നഴ്സിംഗ് പൂർത്തിയായവർക്ക്, അതുപോലെ തന്നെ GNM കഴിഞ്ഞ് എക്സ്പീരിയൻസ് ഉള്ള നഴ്സുമാർക്കൊക്കെ വിദേശത്ത് പോകാനുള്ള സ്വപ്നം ഇന്നും ഒത്തിരി സ്ട്രോങ് ആണ്. പക്ഷേ ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ശരിയായിട്ട് എങ്ങനെ നമുക്ക് പോകാൻ പറ്റും, അല്ലെങ്കിൽ ഏതാണ് കറക്റ്റ് റൂട്ട് എന്നൊക്കെ അറിയേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളിലും നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് സാഹചര്യങ്ങളിലും മുമ്പത്തെ പോലെ അത്ര എളുപ്പമായിട്ട് ഇപ്പോൾ പോകാനായിട്ട് സാധിക്കില്ല. പല രാജ്യങ്ങളിലും വിദേശ തൊഴിലാളികൾ അങ്ങോട്ട് ചെല്ലുന്നതിൽ ഒരുപാട് നിയന്ത്രണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചില രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ നേരിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് നടപടികൾ ഒത്തിരി നാൾ പ്രൊലോങ്ഡ് ആയി പോവുകയും വിസ പ്രോസസ്സിംഗ് ഒക്കെ കുറച്ചും കൂടെയൊക്കെ ഒന്ന് കോംപ്ലിക്കേറ്റഡ് ആക്കുകയൊക്കെ ചെയ്തു. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് വിദേശികൾ എത്തുന്നതിന് ചെറിയൊരു നിയന്ത്രണം ഏർപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അതുപോലെ തന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധ സാഹചര്യങ്ങളും ഹോസ്പിറ്റൽസിലെ അല്ലെങ്കിൽ ആരോഗ്യരംഗത്തെ തൊഴിലവസരങ്ങളെ കൃത്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ ഗൾഫ് രാജ്യങ്ങളിലോട്ട് കൂടുതൽ നഴ്സുമാരെ റിക്രൂട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ പ്രോസസ്സിങ്ങിൻ്റെ ഒക്കെ വേഗത കൂടുന്നതും ഒക്കെ ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഗൾഫ് കൺട്രികളിൽ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രിയിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന നഴ്സുമാർക്ക് തികച്ചും അനുകൂലമായ സാഹചര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും നിലവിലുള്ളത്. പക്ഷേ പ്രോസസ്സിങ്ങും കാര്യങ്ങളും കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതിലൂടെ കുറച്ച് ചെറിയ റെസ്ട്രിക്ഷൻസ് അവരതിൽ വരുത്തിയിട്ടുണ്ട്. അപ്പം കൃത്യമായിട്ട് എന്ത് വേണം, എങ്ങനെ പോകണം എന്ന് നമുക്കറിയാനായിട്ട് സാധിക്കുമെങ്കിൽ കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്ത് ഉറപ്പായിട്ടും നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ വിദേശത്ത് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വിദേശത്തൊരു ജോലിക്കായിട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന നഴ്സസിൻ്റെ ഏറ്റവും വലിയൊരു കൺസേൺ എന്ന് പറയുന്നത് സാമ്പത്തികമാണ്. ഇപ്പം ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, കാനഡ, അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളും അതുപോലെ തന്നെ അവിടുത്തെ എഡ്യൂക്കേഷന് വളരെ കരിയർ സാധ്യതകളും ഒക്കെ ഒരുപാടുണ്ട്. അപ്പം ആദ്യം നമ്മൾ അടയ്ക്കുന്ന ഫീസ് അല്ലെങ്കിൽ നമുക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് കൊണ്ട് മാത്രം ഇങ്ങനെയുള്ള കോഴ്സുകളിൽ നിന്ന് പിന്തിരിയുന്ന ഒത്തിരി ആളുകളുണ്ട്. പല കോഴ്സുകൾക്കും ഏകദേശം ഒരു 20 ലക്ഷം തൊട്ട് 25 ലക്ഷം രൂപയോളം അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ ചിലവ് വരും. അപ്പോൾ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് അതൊരു വലിയ വെല്ലുവിളിയാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ രാജ്യങ്ങളിൽ ആരോഗ്യ പ്രവർത്തകരുടെ ആവശ്യം ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ പഠനം പൂർത്തിയാകുന്ന ആളുകൾക്ക് നല്ലൊരു സാലറിയും അതുപോലെ തന്നെ PR കിട്ടാനുള്ള സാധ്യതയും ഒക്കെ കൂടുതലാണ്. അപ്പം ആ ഒരു കാര്യം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഇനിഷ്യലി വരുന്ന ആ ഒരു പേയ്മെൻ്റ് ഒക്കെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നഴ്സുമാരുടെ പുതിയ പ്രതീക്ഷയായിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ എങ്ങനെ രജിസ്റ്റേർഡ് നഴ്സായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും അധികം ശ്രദ്ധേയമായ അവസരങ്ങളുള്ളത് യൂറോപ്യൻ രാജ്യങ്ങളിലാണ്. അതുപോലെ തന്നെ ചിലപ്പോഴെങ്കിലും ഒക്കെ അതാത് രാജ്യങ്ങളിലെ ഭാഷ ഒരു വെല്ലുവിളിയായിട്ട് വരാറുണ്ട്. എന്നിരുന്നാലും ഇംഗ്ലീഷിൽ പഠിപ്പിക്കുന്ന MSc നഴ്സിംഗ് പ്രോഗ്രാമുകളുള്ള ഒരുപാട് ഓപ്ഷൻസ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനായിട്ട് ഈ കൺട്രികൾ ഒരുക്കുന്നുണ്ട്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺട്രികളിൽ ആദ്യത്തെ കൺട്രിയാണ് പോളണ്ട് എന്ന് പറയുന്നത്. വളരെ കുറഞ്ഞ ചെലവിൽ പഠിക്കാൻ പറ്റുന്ന ഒരു കൺട്രിയാണ്, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് അനുകൂലമായ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരു കൺട്രിയാണ് പോളണ്ട് എന്ന് പറയുന്നത്. അതുപോലെ പോളണ്ടിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ MSc പ്രോഗ്രാംസ് അവർ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനായിട്ട് നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് പറയുവാണെങ്കിൽ വിൻസെൻ്റ് പോൾ യൂണിവേഴ്സിറ്റി പോലെയുള്ള യൂണിവേഴ്സിറ്റികളിൽ ഒരു ഇയറിലോട്ടുള്ള ഫീസ് എന്ന് പറയുന്നത് ഏകദേശം 3600 യൂറോ മാത്രമാണ്. 2 വർഷത്തെ പഠനത്തിന് ശേഷം നമുക്ക് അവിടെ പോളണ്ടിൽ തന്നെ ഒരു രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യാനുള്ള സാധ്യതയും ഈ യൂണിവേഴ്സിറ്റി തരുന്നുണ്ട്. ഈ യൂണിവേഴ്സിറ്റിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഹോസ്പിറ്റലുകളിൽ തന്നെ ജോലി അവസരങ്ങളും നമുക്ക് ലഭിക്കും. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ലാറ്റ്വിയയും അതുപോലെ തന്നെ ലിത്വാനിയയുമാണ്. ഈ കൺട്രികളിലും ഏകദേശം പോളണ്ടിൻ്റെ അത്ര തന്നെ ഫീസിൽ നമുക്ക് പ്രോഗ്രാമുകൾ ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ കമ്പയർ ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി ഇംഗ്ലീഷിൽ പഠിപ്പിക്കുന്ന MSc നഴ്സിംഗ് പ്രോഗ്രാമുകൾ പൊതുവെ കുറവാണ്.
അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺട്രിയാണ് ഹംഗറി. ഹംഗറിയെ പറ്റി പറയുവാണെങ്കിൽ മെഡിക്കൽ അതുപോലെ തന്നെ പാരാമെഡിക്കൽ രംഗത്ത് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ് ഹംഗറി. ലോക റാങ്കിങ്ങിൽ തന്നെ വളരെ ടോപ്പായിട്ടുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഹംഗറി എന്ന് പറയുന്ന രാജ്യത്തുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡെബ്രിസിൻ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റികൾ ഇംഗ്ലീഷിൽ തന്നെ മെഡിക്കൽ പാരാമെഡിക്കൽ കോഴ്സുകൾ നടത്തുന്നുണ്ട്. വാർഷിക ഫീസ് എന്ന് പറയുന്നത് ഏകദേശം 5500 മുതൽ 6500 വരെ $. ബ്രിട്ടീഷ് നിലവാരത്തിലുള്ള സിലബസും അതുപോലെ തന്നെ ഉയർന്ന തൊഴിലവസരങ്ങളും ഉള്ളതുകൊണ്ടാണ് ഹംഗറി പോലെയുള്ള രാജ്യത്തെ നഴ്സിംഗ് വിദ്യാർത്ഥികൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മാൾട്ടയാണ്. യൂറോപ്പിലോട്ടുള്ള ഏറ്റവും സുവർണമായ ഒരു കവാടം എന്നൊക്കെ നമുക്ക് മാൾട്ടയെ പറ്റി പറയാനായിട്ട് പറ്റും. ഇന്ത്യൻ നഴ്സുമാർക്കിടയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയിരിക്കുന്ന ഒരു യൂറോപ്യൻ കൺട്രിയാണ് മാൾട്ട എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം ഷെങ്കൻ മേഖലയിലുള്ള ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷായ ഒരേ ഒരു കൺട്രി കൂടിയാണ് മാൾട്ട. അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണഗതിയിൽ ഭാഷയുടെ തടസ്സങ്ങളൊന്നും മാൾട്ടയിൽ വരുന്നില്ല. ഇനി കാലാവസ്ഥ വയസ്സ് പറയുവാണെങ്കിൽ ഇന്ത്യൻ കാലാവസ്ഥയുമായിട്ട് ഒരുപാട് സാമ്യമുള്ള ഒരു കൺട്രി കൂടിയാണ് മാൾട്ട എന്ന് പറയുന്നത്. അത് തന്നെ ആവാം മാൾട്ടയെ ഇത്രയധികം നഴ്സുമാരെ ഇഷ്ടപ്പെടാനുള്ള കാരണവും. യൂണിവേഴ്സിറ്റി ഓഫ് മാൾട്ടയിലെ MSc നഴ്സിംഗ് പ്രോഗ്രാമിന് വാർഷിക ഫീസായിട്ട് ഏകദേശം €6700 ആണ് വരുന്നത്. ഇതുകൂടാതെ ഒരു വർഷത്തെ ഹെൽത്ത് കെയർ ഡിപ്ലോമ പ്രോഗ്രാമും മാൾട്ടയിൽ അവൈലബിൾ ആണ്, പ്രത്യേകിച്ച് മാൾട്ട ബ്രിഡ്ജിംഗ് പ്രോഗ്രാം. എക്സ്പീരിയൻസ് ഉള്ള ഒരു GNM അല്ലെങ്കിൽ ഒരു BSc നഴ്സുമാർക്ക് യൂറോപ്യൻ രജിസ്ട്രേഷൻ കിട്ടുന്നതിനായിട്ട് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മാർഗ്ഗം കൂടിയാണ് മാൾട്ട ബ്രിഡ്ജിംഗ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് UK അതുപോലെ തന്നെ അയർലൻഡ്. UKയിലെ ഡയറക്റ്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റിൽ ചില നിയന്ത്രണങ്ങൾ വന്നതോടുകൂടി ഒരുപാട് നഴ്സിംഗ് സ്റ്റുഡൻസ് UKയിലോട്ട് MSc പഠിക്കാനായിട്ട് പോകുന്നുണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് ലീസ്റ്റർ, കോവൻട്രി യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ചെസ്റ്റർ, ഈ യൂണിവേഴ്സിറ്റികളെല്ലാം MSc നഴ്സിംഗ് പ്രോഗ്രാമുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം £15000 ഒരു വർഷത്തെ ഫീസ് എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിലും നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് £5000 വരെ സ്കോളർഷിപ്പുകളും ലഭിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് അയർലൻഡും. നഴ്സിംഗ് അല്ലെങ്കിൽ ഫാർമക്കോളജി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു രാജ്യമാണ് അയർലൻഡ്. ട്രിനിറ്റി കോളേജ് ഡബ്ലിൻ, യൂണിവേഴ്സിറ്റി കോളേജ് കോർക്ക് തുടങ്ങിയ യൂണിവേഴ്സിറ്റികൾ ഇന്റർനാഷണൽ ലെവലിലുള്ള എഡ്യൂക്കേഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം 2 വർഷത്തെ സ്റ്റേ ബാക്ക് ഉള്ളത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് അവിടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി അവിടെ ജോബിന് കയറാനായിട്ട് സാധിക്കും. അടുത്ത രാജ്യമാണ് ജർമ്മനി എന്ന് പറയുന്നത്. ഹെൽത്ത് സെക്ടറുമായി ബന്ധപ്പെട്ട മിക്ക കോഴ്സുകളും ജർമ്മൻ ഭാഷയിലാണ് ജർമ്മനി പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ B2 നിലവാരമുള്ള ജർമ്മൻ ഭാഷ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ചില പ്രോഗ്രാമുകൾക്ക് ഈവൻ മെഡിക്കൽ ജർമ്മൻ കൂടെ നിർബന്ധമായിരിക്കാം. അതുകൊണ്ട് തന്നെ ഒരുപാട് നഴ്സുമാർ ഇപ്പം ജർമ്മൻ ഭാഷ പഠിച്ച് നേരിട്ട് റിക്രൂട്ട്മെന്റ് അവസരങ്ങൾക്കായിട്ട് തയ്യാറെടുക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്ന കൺട്രിയാണ് ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് അതുപോലെ തന്നെ അമേരിക്ക. ഓസ്ട്രേലിയയിലെ ഡീക്കൻ യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ മൊണാഷ് യൂണിവേഴ്സിറ്റി പോലെയുള്ള യൂണിവേഴ്സിറ്റികൾ വളരെ മികച്ച നഴ്സിംഗ് പ്രോഗ്രാമുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കുറച്ച് ഫീസ് കൂടുതലാണെങ്കിലും അവിടെ നിന്ന് നമ്മൾക്ക് കിട്ടുന്ന ക്ലിനിക്കൽ എക്സ്പീരിയൻസും അതുപോലെ ജോലി കിട്ടാനുള്ള സാധ്യതയുമൊക്കെ കുറച്ചൊക്കെ ഈ ഫീസിനെ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചില റീജിയണൽ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നവർക്ക് 3 തൊട്ട് 5 വർഷം വരെ സ്റ്റേ ബാക്കും കിട്ടുന്നുണ്ട്. ഓസ്ട്രേലിയയിൽ നമുക്ക് ജോബ് കിട്ടാനായിട്ട് അഫ്ര രജിസ്ട്രേഷനും അതുപോലെ തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ലൈസൻസിങ് നടപടികളും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ന്യൂസിലാൻഡിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ന്യൂസിലാൻഡിലെ യൂണിവേഴ്സിറ്റി ഓഫ് വൈക്കാറ്റോ, യൂണിവേഴ്സിറ്റി ഓഫ് ഒറ്റാഗോ, ഓക്ലൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി തുടങ്ങിയ യൂണിവേഴ്സിറ്റികളും നഴ്സിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഫീസ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയയുടെ ഫീസിനോട് സമാനമാണ്. അമേരിക്കയിൽ ഉയർന്ന നിലവാരമുള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ശക്തമായിട്ടുള്ള ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കണം. ചില സാഹചര്യങ്ങളിൽ NCLEX-RN പോലെയുള്ള എക്സാം പാസ്സാവേണ്ടതായും വരാം. ജോൺ ഹോക്കിൻസ് യൂണിവേഴ്സിറ്റി പോലെയുള്ള യൂണിവേഴ്സിറ്റികളിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച നഴ്സിംഗ് പ്രോഗ്രാമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിക്രൂട്ട്മെന്റ് തട്ടിപ്പുകളാണ്. വിദേശത്തോട്ട് പോകാനുള്ള നമ്മുടെ ആഗ്രഹം കൂടുന്നതനുസരിച്ച് തട്ടിപ്പുകളും ഇതുപോലെ കൂടി വരികയാണ്. 100% ഗ്യാരണ്ടിയാണ് ജോലി, ഇന്റർവ്യൂ ഇല്ലാതെ വിസ, ലൈസൻസ് ആവശ്യമില്ല, അതുപോലെയുള്ള വാഗ്ദാനങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. രജിസ്റ്റർ ചെയ്യാത്ത ഏജൻസികൾ, വ്യാജ ഓഫർ ലെറ്ററുകൾ, നിയമപരമല്ലാത്ത റിക്രൂട്ട്മെന്റ് രീതികൾ, ഇതൊക്കെ ഒരുപാട് നഴ്സുമാരെ സാമ്പത്തികമായും അതുപോലെ മാനസികമായിട്ടും തളർത്താറുണ്ട്. അതുകൊണ്ട് ഏത് രാജ്യം തിരഞ്ഞെടുക്കുമ്പോഴും അതിൻ്റെ ലൈസൻസിങ് സംവിധാനങ്ങൾ എന്താണ്, അവിടുത്തെ യൂണിവേഴ്സിറ്റികളുടെ അംഗീകാരം എന്താണ്, റിക്രൂട്ട്മെന്റ് ഏജൻസികളുടെ വിശ്വാസ്യത എന്താണ് പോലെയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പരിശോധിക്കണം. ഒരാൾക്ക് അനുയോജ്യമായ രാജ്യം മറ്റൊരാൾക്ക് പറ്റണമെന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ സാമ്പത്തിക സാഹചര്യം, നിങ്ങൾക്കൊരു പുതിയ ഭാഷ പഠിക്കാനുള്ള കഴിവ്, അതിനുള്ള തയ്യാറെടുപ്പ്, അതുപോലെ എന്താണ് നിങ്ങളുടെ കരിയറിൻ്റെ ലക്ഷ്യം എന്താണ്, നിങ്ങളുടെ കുടുംബത്തിലെ സാഹചര്യം, ഇവയെല്ലാം പരിഗണിച്ചാണ് കറക്റ്റായിട്ടുള്ള തീരുമാനമെടുക്കേണ്ടത്. ലോകത്തിൻ്റെ ഏത് ഭാഗത്തും നഴ്സുമാർക്കുള്ള ആവശ്യം ഒരിക്കലും അവസാനിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ശരിയായ വിവരങ്ങൾ, വിശ്വസനീയമായ മാർഗനിർദ്ദേശം, ദീർഘവീക്ഷണമുള്ള തീരുമാനങ്ങൾ, ഇവയൊക്കെയാണ് ഒരു നഴ്സിൻ്റെ
അന്താരാഷ്ട്ര കരിയറിലോട്ടുള്ള യഥാർത്ഥ പാസ്പോർട്ട്. വിദേശ അവസരങ്ങൾ അനന്തമാണ്, എന്നാൽ ശരിയായ അവസരം തിരഞ്ഞെടുക്കുന്നതാണ് വിജയത്തിൻ്റെ ആദ്യ ചുവടുവെപ്പ്. ഇത്രയും യൂറോപ്യൻ കൺട്രിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഏത് കൺട്രിയെ പറ്റി അറിയാനാണ് നിങ്ങൾക്ക് താല്പര്യമെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്യൂ. അടുത്ത പോഡ്കാസ്റ്റിൽ നമുക്ക് അതുമായിട്ട് കാണാം. താങ്ക് യു. 15 വർഷത്തെ വിശ്വാസം. ഇനി വിദേശ വിദ്യാഭ്യാസം വിശ്വസ്തരിലൂടെ. നീതൂസ് സ്റ്റഡി അബ്രോഡ്.